What? ഹലോ, അസ്സലാമു അലൈക്കും. ഈ വീഡിയോയിൽ നമുക്ക് ഇന്ന് ലഡു ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നുള്ളത് നോക്കാം. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ സ്വീറ്റ്സ് ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാ. ആദ്യം നമുക്ക് ബൂന്തി ഉണ്ടാക്കാനുള്ള ബാറ്റർ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് കടലപ്പൊടി, അത് 250 ml ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ എനിക്കൊരു മീഡിയം സാധാ നോർമൽ സൈസിൽ ഒരു 15 ലഡു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, ഇത് വേണേൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ആഡ് ചെയ്തിട്ടില്ലെങ്കിലും നന്നായിട്ട് വരലുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് മിൽക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കട്ടയില്ലാണ്ട് മിക്സ് ചെയ്യുക. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇതെല്ലാം കൂടെ ബ്ലെൻഡറിൽ ഇട്ടിട്ട് അങ്ങനെ അടിച്ചെടുത്താലും മതി. പിന്നെ നോക്കിയിട്ട് ഇതിപ്പോൾ ഇവിടെ എൻ്റെ തിക്നെസ് കുറച്ച് കൂടുതലാണ് ബാറ്ററിൻ്റെ. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് ഒരു 1/4 കപ്പും കൂടെ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിൽക്കിന് പകരം വേണമെങ്കിൽ വെള്ളം യൂസ് ചെയ്യാം കേട്ടോ, എന്തായാലും കുഴപ്പമില്ല. മിക്സ് ചെയ്യുമ്പോൾ അതിൽ കടലപ്പൊടിൻ്റെ കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മളെ ബാറ്ററി ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. നല്ല തിക്കും ആവരുത്, നല്ല ലൂസും ആവരുത്. ഇനി നമുക്കിത് ഓരോ സെറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് നമ്മളെടുത്തുള്ള ഓട്ടമുള്ള കയ്യിലെടുത്തിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കണം കയ്യിൽ. അപ്പോഴാണ് അതിങ്ങനെ ബോളായിട്ട് അതിലേക്ക് വീഴുള്ളൂ. ഫ്രൈ ചെയ്യുമ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഫ്രൈ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ തീ ചൂട് കൂടിയിട്ട് ഇതിൻ്റെ കളറ് മാറിപ്പോവും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യണേ. അങ്ങനെ നമ്മൾ ബാറ്റർ തീരുന്നത് വരെ മൊത്തമായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ആ ഓയിലിൽ തന്നെ ഞാൻ കുറച്ച് നട്ട്സ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാനാണ്. ഇതിലേക്ക് മിക്സ് ചെയ്യാനായിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കുക. അതിനായിട്ട് ഞാനിപ്പോൾ 1 കപ്പ് വെള്ളവും 1 കപ്പ് ഷുഗറും പിന്നെ ഒരു ഏലക്കായ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ബോയിൽ ചെയ്ത് സിറപ്പാക്കുക. ഇനി നമ്മൾ ബൂന്തി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചെയ്തത്, അല്ലെങ്കിൽ മിക്സറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് മോഡിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താലും മതി. അങ്ങനെ അത്രയും ക്രഷ് ചെയ്താൽ മതിയേ. എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് കുറച്ചായിട്ട് ആഡ് ചെയ്താൽ മതി, നമ്മളെ മധുരത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്താൽ മതി. ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു 3/4 ഇപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സിറപ്പിൽ ഒരു 3/4 സിറപ്പാണ് യൂസ് ചെയ്തത്. അപ്പോഴേക്കും ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ മധുരം അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത്രയാണ് യൂസ് ചെയ്തത്. നിങ്ങളെ പ്രിഫറൻസിനനുസരിച്ചിട്ട് ചെയ്യുക. പിന്നെ നമ്മൾ നട്ട്സും ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊരു 1 അവർ ഞാൻ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 1 അവറിൻ്റെ ശേഷമാണ് ഞാനത് ബോൾസ് ആക്കി എടുത്തത്.
ഇതിലേക്ക് മധുരം പിടിക്കാനായിട്ടാണ് കേട്ടോ 1 അവർ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. മധുരം നല്ല പിടിച്ച് വരണമെങ്കിൽ ഒന്ന് കുറച്ച് നേരം ഇരിക്കണം. അപ്പോൾ ഇത്ര ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ളൂ ലഡു. പിന്നെ അതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ മൈസൂർ പാക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് കണ്ടു നോക്കി. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഞങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കീപ് സപ്പോർട്ടിങ് അസ്. താങ്ക് യു.